ഹലോ വെൽക്കം ടു റെഡി സ്റ്റഡി ഗോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 5th സെമസ്റ്ററിലെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിലെ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നോക്കാം. അതിന് മുമ്പായി ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നോക്കുക. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ആദ്യം എന്താണ് ട്രാൻസ്ലേഷൻ എന്നറിയണം. ഓക്കെ, നോക്കാം. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലുള്ള റിട്ടൺ ടെക്സ്റ്റിനെ വേറൊരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് വേർഡ് ബൈ വേർഡ് റീപ്ലേസ് ചെയ്യുന്നതല്ല. ഒരു നല്ല ട്രാൻസ്ലേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ മീനിങ്, സ്റ്റൈൽ, ഇൻറ്റൻഷൻ ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കണം. അതുപോലെ ടാർഗറ്റ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ അത് നാച്ചുറൽ ആയിരിക്കണം, ഫ്ലുവൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ സാധിക്കണം. പിന്നെ അടുത്ത് നോക്കുക, രണ്ട് ലാംഗ്വേജസിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നോക്കുന്നത് സെവറൽ സ്കോളേഴ്സും തിങ്കേഴ്സും ട്രാൻസ്ലേഷനെ ഡിഫറെൻറ്റ് വേസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് റോമൻ ജാക്കബ്സൺ ആണ്. നോക്കാം. അദ്ദേഹം ട്രാൻസ്ലേഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് വൺ ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ, സെക്കൻഡ് വൺ ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ, തേർഡ് വൺ ഇൻ്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ നിന്നും നമ്മൾ മറ്റൊരു ലാംഗ്വേജിലേക്ക് വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, അതുപോലെ. ഇനി സെക്കൻഡ് വൺ ആണ് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ. ഇത് പറഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജിൽ തന്നെ ആയിരിക്കും, അതിൽ നമ്മൾ ചില വേർഡ്സ് അല്ലെങ്കിൽ സെൻറ്റൻസസ് റീവേർഡ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാലിംഗ്വൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയർ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇത്. ഇനി തേർഡ് വൺ ആണ് ഇൻ്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിലുള്ള മെസ്സേജ് മാറ്റിയിട്ട് മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നത്, ആ ഒരു പ്രോസസ്സാണ് ഇൻ്റർസിമിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു നോവലിൻ്റെ സ്റ്റോറി എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു മൂവി ആക്കുകയെന്നുണ്ടെങ്കിൽ അതിലെ ഡയലോഗ്സ്, വിഷ്വൽസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതെല്ലാം വരും. അപ്പോൾ ഇതാണ്. അതുപോലെ തന്നെ ഒരു പോം ഒരു പെയിൻറ്റിങ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതെ, അതിൻ്റെ ഫീലിംഗ്, കളർ, ഡ്രോവിങ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുക. അങ്ങനെ. ഇനി നമുക്ക് രണ്ടാമത്തെ ആളായിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ എന്താണെന്ന് പറഞ്ഞു നോക്കാം. ബെഞ്ചമിൻ ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ ആയിരുന്നു. അത് പറഞ്ഞാൽ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ മീനിങ് ശരിയായ രീതിയിൽ പ്രിസർവ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ക്രിയേറ്റിവിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ട്രാൻസ്ലേറ്റർ സ്വന്തം ലാംഗ്വേജിൽ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യണം, അതുപോലെ ഒറിജിനൽ മീനിങ് പ്രിസർവ് ചെയ്യണം, പക്ഷേ ക്രിയേറ്റിവിറ്റി കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. ബെഞ്ചമിൻ ട്രാൻസ്ലേഷനെ ഒരു ആർട്ടായിട്ടാണ് കാണുന്നത്. ആർട്ടെന്ന് പറയുമ്പോൾ ഒറിജിനലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു പുതിയൊരു ബ്യൂട്ടി ആഡ് ചെയ്യുന്ന പ്രോസസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് യൂജീൻ നിദ ഡൈനാമിക് ഈക്വലൻസ് എന്നൊരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ പറയുന്നത് ട്രാൻസ്ലേഷനിൽ വേർഡ്സ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ എഫക്റ്റും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് റീഡർക്ക് സെയിം ഫീലിംഗ് അല്ലെങ്കിൽ സെയിം എഫക്റ്റ് കിട്ടണം. ആർക്ക് കിട്ടിയതുപോലെ, ഒറിജിനൽ റീഡർക്ക് കിട്ടിയതുപോലെ. അതായത് ദാറ്റ് മീൻസ് ടാർഗറ്റ് റീഡറിൻ്റെ എക്സ്പീരിയൻസ് ഒറിജിനൽ റീഡറിൻ്റെ പോലെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ട്രാൻസ്ലേഷൻ ഷുഡ് ഫീൽ ദ സെയിം ഫോർ ദ റീഡർ ജസ്റ്റ് ലൈക്ക് ദ ഒറിജിനൽ. അതായത് ഒറിജിനൽ പോലെ തന്നെ റീഡറിനും സെയിം ഫീലിംഗ് തന്നെ ഉണ്ടാവണം ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് യുജീൻ എ നിദയുടെ ഡൈനാമിക് ഈക്വലൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫോർത്ത് വൺ ആണ് ജോർജ് സ്റ്റെയ്നർ. നോക്കാം. ജോർജ് സ്റ്റെയ്നർ പറയുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഇൻ്റർപ്രിറ്റേഷൻ ആണെന്നതാണ്. അതായത് ട്രാൻസ്ലേറ്റർ ഒരു ആർട്ടിസ്റ്റ് പോലെയാണ്, നോട്ട് ജസ്റ്റ് ചേഞ്ചിങ് വേർഡ്സ് ബട്ട് ഇൻ്റർപ്രിറ്റിംഗ് മീനിങ് ക്രിയേറ്റീവ്ലി. എല്ലാ ട്രാൻസ്ലേഷനിലും ലോസസും ചേഞ്ചസും ഉണ്ടാകും. അതുപോലെ ലാംഗ്വേജ് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൾച്ചറും ഇമോഷൻസും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. വളരെ വലിയൊരു ചാലഞ്ചിങ് ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വേർഡ്സ് മാത്രം ചേഞ്ച് ചെയ്യുന്നതല്ല, മറിച്ച് ഇതൊരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് മീനിങ്, ഇമോഷൻ, കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എല്ലാം ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊന്നിലേക്ക് ക്യാരി ചെയ്യുന്നതാണ്. സ്കോളേഴ്സ് ആയിട്ടുള്ള ജേക്കബ്സൺ, ബെഞ്ചമിൻ, നിദ, സ്റ്റെയ്നർ പോലെയുള്ള അവർ പറയുന്നത് ട്രാൻസ്ലേഷൻ ഒരു സയൻസും ആർട്ടും ആണെന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ഹിസ്റ്ററിയാണ്. ഇത് ഞാൻ 3 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റോമൻസ്. നോക്കാം.
റോമൻസിന് ട്രാൻസ്ലേഷൻ തിയറിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണുള്ളത്. ഇവർ ഗ്രീക്സ് പോലെയല്ല. ഗ്രീക്സ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ മെയിൻലി നോളജിന് വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റോമൻസ് ട്രാൻസ്ലേഷനെ ഒരു ക്രിയേറ്റീവായിട്ടും അതുപോലെ കൾച്ചറൽ പ്രോസസ്സായിട്ടായിരുന്നു കണ്ടിരുന്നത്. താഴെ ഞാൻ റോമൻ ട്രാൻസ്ലേഷൻ തിയറിയുടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ കൾച്ചറൽ എൻറിച്ച്മെൻറ്റ്. റോമൻ ട്രാൻസ്ലേറ്റേഴ്സ് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രീക്ക് ലിറ്ററേച്ചറിൽ നിന്നും കിട്ടുന്ന ഐഡിയാസ് റോമൻ ലിറ്ററേച്ചറിനെ എൻറിച്ച് ആക്കാം എന്നുള്ളതായിരുന്നു. അവർ നോളജ് ജസ്റ്റ് ബോറോ അല്ല ചെയ്തത്, പകരം അവരെന്ത് ചെയ്തു, അത് അഡാപ്റ്റ് ചെയ്തിട്ട് അവരുടെ കൾച്ചറൽ ലിറ്റററി ട്രഡീഷൻസിൻ്റെ ഒരു ഭാഗമാക്കുകയാണ് ചെയ്തത്. ഇനി സെക്കൻഡ് വൺ നോക്കാം, നോട്ട് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ. ഫേമസ് റോമൻ ഫിലോസഫറും ഒറേറ്ററുമായിട്ടുള്ള സിസറോ പറയുന്നത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ ഒരു നല്ല ട്രാൻസ്ലേഷൻ അല്ല എന്നാണ്. അദ്ദേഹം ഈ ഒരു ഐഡിയ റിജക്റ്റ് ചെയ്തു. അദ്ദേഹം അതിന് പകരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻസ് ഫോർ സെൻസ് ട്രാൻസ്ലേഷൻ ആയിരുന്നു. അതായത് മീനിങ്ങും മെസ്സേജും ഒക്കെ ഫോക്കസ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് ട്രാൻസ്ലേഷനെ നാച്ചുറലായിട്ട് സൗണ്ട് ചെയ്യാൻ സഹായിക്കും. ഇനി തേർഡ് വൺ ആണ് സിസേറോ ആൻഡ് ഹൊറേസ്. ട്രാൻസ്ലേഷൻ നീഡ്സ് സ്കിൽ. സിസേറോയും ഹൊറേസും പറയുന്നത് ഒരു നല്ല ട്രാൻസ്ലേറ്ററിന് ലാംഗ്വേജ് സ്കിൽസ്, കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിവിറ്റി എല്ലാം വേണം എന്നുള്ളതാണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നത് മാത്രമല്ല, ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് പുതിയ ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഇനി ഫോർത്ത് വണ്ണാണ് റൈസ് ഓഫ് ലിറ്റററി ട്രാൻസ്ലേഷൻ. റോമൻസ് ഗ്രീക്ക് വർക്ക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഫിലോസഫിയിൽ, ഹിസ്റ്ററി, ഡ്രാമ, പോയട്രിയിലെല്ലാം. ഇത് ലിറ്റററി ട്രാൻസ്ലേഷനെ റോമൻ സൊസൈറ്റിയിൽ ഒരു ആർട്ട് ഫോം ആയി ഒരു റെസ്പെക്റ്റഡ് പ്ലേസ് കൊടുത്തു. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ടൂളല്ല, മറിച്ച് ഒരു ആർട്ട് ഫോം ആണെന്ന് അവർ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് ദ ബൈബിൾ ട്രാൻസ്ലേഷൻ നോക്കാം. വേൾഡിൽ ബൈബിളാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ജേണി ട്രാൻസ്ലേഷൻ തിയറിയെയും അതിൻ്റെ പ്രാക്ടീസിനെയും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം നെക്സ്റ്റ് ഏർലി ട്രാൻസ്ലേഷൻസ്. സെപ്റ്റ്വാജിൻ്റ്. ഫസ്റ്റ് സെഞ്ച്വറി BCയിൽ ഹെബ്രിയു ബൈബിൾ ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇതാണ് സെപ്റ്റ്വാജിൻ്റ് എന്ന വേർഷൻ. നമ്മൾ പറഞ്ഞു സെപ്റ്റ്വാജിൻ്റ് എന്നത് ഹെബ്രുവിൽ എഴുതിയിരുന്ന ഒരു ബൈബിളാണ്. ഇത് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഷനാണ്. അപ്പോൾ ഹെബ്രു ലാംഗ്വേജ് അറിയാത്ത ആളുകൾക്കും, അതായത് ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾക്കും ഈ ഒരു ബൈബിൾ എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹെബ്രു അറിയാത്ത ആളുകൾക്കും ആക്സസിബിൾ ആവും. ഇതാണ് ലോകത്തിലെ ഫസ്റ്റ് മേജർ ട്രാൻസ്ലേഷനിലൊന്ന്. ഈ ട്രാൻസ്ലേഷൻ കൾച്ചറും റിലീജിയനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കി. സെക്കൻഡ് വൺ നോക്കുക, സെൻറ്റ് ജെറോം ആൻഡ് ദ വെൽഗേറ്റ്, 4th century AD. സെൻറ്റ് ജെറോം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സ്കോളർ ബൈബിള് ലാറ്റിനിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അദ്ദേഹം ഡയറക്റ്റായിട്ടാണ് ഹെബ്രുവിൽ നിന്നും ഗ്രീക്കിൽ നിന്നുമൊക്കെ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇതിനെ വിളിക്കുന്നത് വൾഗേറ്റ് എന്നാണ്. ഇത് 1000 വർഷം കൂടുതൽ വെസ്റ്റേൺ ചർച്ചിൻ്റെ ഒഫീഷ്യൽ ബൈബിൾ ആയിരുന്നു. ജെറോം ശരിക്കും അക്യുറേറ്റായ ട്രാൻസ്ലേഷനാണ് ചെയ്തത്, വേർഡ് ഫോർ വേർഡ് അല്ല. അതായത് ഒറിജിനലിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് ബൈബിൾ ട്രാൻസ്ലേഷനിൽ സെറ്റ് ചെയ്തു. ഇനി തേർഡ് വണ്ണാണ് ദ പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ദ റിഫോർമേഷൻ. ഇവിടെ പറയുന്നത് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷനോടുകൂടി ബുക്സ് ചീപ്പായിട്ട് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞു. പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ സമയത്ത് ബൈബിൾ ലോക്കൽ ലാംഗ്വേജസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ പുഷ് ഉണ്ടായിരുന്നു. ഇത് ലാറ്റിൻ ഡോമിനൻസ് ബ്രേക്ക് ചെയ്തു. സാധാരണ ആൾക്കാർക്കും ബൈബിൾ വായിക്കാൻ പറ്റി. ട്രാൻസ്ലേഷൻ ഒരു റിലീജിയസ് റിഫോം ടൂളായിട്ട് മാറി. അതുപോലെ ആളുകൾ എംപവർ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്തു. ഇനി ഫോർത്ത് വൺ നോക്കുക, ഡിബേറ്റ്സ് ഓൺ ഫിഡലിറ്റി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾനെസ്. ബൈബിള് പല ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്റേഴ്സ് ഡിബേറ്റ് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വേർഡ് ഫോർ വേർഡ് ആണോ നല്ലത്, അല്ലെങ്കിൽ മീനിങ് ഫോർ മീനിങ് ആണോ നല്ലത്, അക്യുറസിയും റീഡബിലിറ്റിയും എവിടെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി ഫിഫ്ത്ത് വണ്ണിൽ എന്താ പറയുന്നത്, മോഡേൺ ട്രാൻസ്ലേഷൻ തിയറീസ് 20th century ഓൺവേർഡ്സ്. ഇവിടെ യൂജീൻ നിതയുടെ ഡൈനാമിക് ഈക്വലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ട്രാൻസ്ലേഷൻ ഒറിജിനൽ റീഡറിന് കിട്ടിയ സെയിം എഫക്റ്റ് ടാർഗറ്റ് റീഡറിനും കിട്ടണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ മീനിങ്ങിനും ഇമോഷനുമാണ് ഇവിടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത് ഫങ്ഷണൽ ഈക്വലൻസ്. അതായത് മെസ്സേജ് എന്ത് ഫങ്ഷൻ ചെയ്യുന്നു എന്നതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. റീഡറിൻ്റെ കൾച്ചർ, ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നോക്കി സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ തിയറീസ് എല്ലാം പറയുന്നത് ട്രാൻസ്ലേഷൻ സയൻസും ആർട്ടും ആണെന്നാണ്. എസ്പെഷ്യലി സാക്രഡ് ടെക്സ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നു.
ഇനി നമ്മളെ മൂന്നാമത്തെ പാർട്ട് വരുന്നത് ദ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വെർനാക്കുലർ ട്രാൻസ്ലേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ വെർനാക്കുലർ ലാംഗ്വേജസും തമ്മിൽ ഡീപ്ലി കണക്റ്റഡ് ആണ്. ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നോളജ് സ്പ്രെഡ് ചെയ്യാനും ലേൺ ചെയ്യാനും ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൽ വലിയ ഡിബേറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതായത് നോക്ക് ടൈം ലൈൻ ഓഫ് കീ ഡെവലപ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഏർലി സ്കെപ്റ്റിസിസം. ക്ലാസിക്കൽ ടൈംസിൽ ലാറ്റിനും ഗ്രീക്കും എഡ്യൂക്കേറ്റഡ് എലൈറ്റിൻ്റെ ലാംഗ്വേജ് ആയിരുന്നു. വെർനാക്കുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ലോക്കൽ ആളുകളുടെ ലാംഗ്വേജ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇത് കൺസിഡർ ചെയ്തിരുന്നത് ടു സിമ്പിൾ അല്ലെങ്കിൽ അൺറിഫൈൻഡ് ആയിട്ടായിരുന്നു. ഇനി സെക്കൻഡ് വൺ മിഡീവൽ യൂറോപ്പ്. മൊണാസ്ട്രീസ് ആണ് ക്ലാസിക്കൽ നോളജ് സേഫായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില റിലീജിയസ് ടെക്സ്റ്റുകളായിട്ടുള്ള ബൈബിളിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ലോക്കൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത് ഓർഡിനറി പീപ്പിൾസിനെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു ക്ലാഷ് ഉണ്ടാക്കി. അതായത് ഒരു ഭാഗത്ത് സാക്രഡ് അല്ലെങ്കിൽ സ്കോളർലി ലാംഗ്വേജസ് ലാറ്റിൻ പോലെ, മറ്റൊരു ഭാഗത്ത് കോമൺ പീപ്പിൾസ് സംസാരിക്കുന്ന ലാംഗ്വേജ്, അതാണ് വെർനാക്കുലർ ലാംഗ്വേജസ്. ഇനി തേർഡ് വൺ നോക്കുക, റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ 14th and 16th സെഞ്ച്വറീസ്. റിനൈസൻസ് അതുപോലെ പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷനും ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരുപാട് തിങ്കേഴ്സും റിഫോമേഴ്സും ലാറ്റിൻ ഡോമിനൻസ് മതി എന്ന് പറഞ്ഞു. അതായത് ജനങ്ങളുടെ ലാംഗ്വേജിൽ നോളജും എഡ്യൂക്കേഷനും എല്ലാം വേണം എന്നുള്ളതിൽ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വെർനാക്കുലർ ട്രാൻസ്ലേഷൻസ് വളരെ കൂടി. അതിന് എക്സാമ്പിൾസ് പറയാമെന്നുണ്ടെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് ആയിട്ടുള്ള ബൈബിള്, ക്ലാസിക്കൽ ലിറ്ററേച്ചറും ഫിലോസഫിയും ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. അങ്ങനെ എഡ്യൂക്കേഷൻ സ്ലോലി നേറ്റീവ് ലാംഗ്വേജസിലോട്ട് ഷിഫ്റ്റായി. ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജിൽ പഠിപ്പിക്കരുത് എന്നാണ് അഭിപ്രായം ഉണ്ടായിരുന്നത്. ഇനി ഫോർത്ത് വണ്ണാണ് 18th and 19th സെഞ്ച്വറീസ്. അതായത് എൻലൈറ്റൻമെൻറ്റ് പീരീഡിൽ ആളുകൾ റീസണും ഇൻഡിവിജ്വൽ റൈറ്റ്സും പ്രൊമോട്ട് ചെയ്തു. ഇതുകൊണ്ട് ലോക്കൽ ലാംഗ്വേജസിൽ ലിറ്ററസി, അതായത് റീഡിങ്ങും റൈറ്റിങ്ങും സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ നാഷണലിസം കൂടി വന്നു. ആ സമയത്ത് ആളുകൾ മദർ ടങ്ങിൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ നാഷണൽ ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്തു. അതുപോലെ എല്ലാ ആളുകൾക്കും എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആക്കി, നോട്ട് ജസ്റ്റ് ദ എലൈറ്റ്. ഫിഫ്ത്ത് വണ്ണാണ് കൊളോണിയൽ എൻകൗണ്ടേഴ്സ്. ഇതിൽ പറയുന്നത് യൂറോപ്യൻ കോളനൈസേഷൻ്റെ സമയത്ത് വെർനാക്കുലർ ലാംഗ്വേജസ്, അതായത് ലോക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്തു. ഇത് മെയിൻലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേഷന് അതുപോലെ ക്രിസ്ത്യൻ മിഷനറി വർക്കിനൊക്കെ ആയിരുന്നു. പക്ഷേ കോളനൈസേഴ്സ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ്, ഫ്രഞ്ച് പോലെയുള്ള അവർ എന്ത് ചെയ്തു, അവരുടെ ലാംഗ്വേജ് ഇമ്പോസ് ചെയ്തു, ഫോഴ്സ് ചെയ്തിട്ട് അവരുടെ ലാംഗ്വേജ് ടീച്ച് ചെയ്തു. ഇതുകൊണ്ട് തന്നെ ലോക്കൽ ലാംഗ്വേജ് ലോസായി. പവർ സ്ട്രക്ചറും അൺഈക്വലായി. അതായത് അവർക്ക് കൂടുതൽ പവറും ഉണ്ടായി, ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അവരുടെ പവർ എന്ന് പറയുന്നത് വീക്കുമായി. ട്രാൻസ്ലേഷൻ കൊളോണിയൽ ടൈമിൽ ഒരു എഡ്യൂക്കേഷൻ ടൂള് മാത്രമല്ല, മറിച്ച് അതൊരു പൊളിറ്റിക്കലും കൾച്ചറലുമായിരുന്നു. ഇനി സിക്സ്ത് വൺ നോക്കുക, 20th and 21st സെഞ്ച്വറീസ്. മൾട്ടിലിംഗ്വൽ സൊസൈറ്റീസ് ആയിട്ടുള്ള ഇന്ത്യ, ആഫ്രിക്ക പോലെയുള്ള കൺട്രീസിൽ എപ്പോഴും ഒരു ഡിബേറ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നോക്കാം. അതിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മെയിൻ കൺസേൺസ് എന്ന് പറയുന്നത്, ഷുഡ് എഡ്യൂക്കേഷൻ ബി ഇൻ ലോക്കൽ ലാംഗ്വേജസ് ഓർ ഗ്ലോബൽ വൺസ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലാകണോ അല്ലെങ്കിൽ ഗ്ലോബൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് പോലെ ഗ്ലോബൽ ലാംഗ്വേജിലാകണോ എന്നുള്ളത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഹൗ ടു പ്രൊമോട്ട് മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ ദാറ്റ് ബാലൻസസ് ലോക്കൽ ഐഡൻറ്റിറ്റി ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി. മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതായത് ലോക്കൽ ഐഡൻറ്റിറ്റിയും ഗ്ലോബൽ ചാൻസും ബാലൻസ് ചെയ്തിട്ട്. ഈ ഡിബേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതാണ് ഫ്യൂച്ചർ ജനറേഷൻ്റെ സക്സസിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പാക്റ്റ് ഓഫ് വെർനാക്കുലർ ട്രാൻസ്ലേഷൻ ഇൻ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ നോക്കുക, ഹെൽപ്സ് ഇൻ ഡെമോക്രറ്റൈസിങ് എഡ്യൂക്കേഷൻ, മോർ പീപ്പിൾ ക്യാൻ ലേൺ. ലോക്കൽ ലാംഗ്വേജിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും, അതായത് എസ്പെഷ്യലി റൂറൽ ആൻഡ് പുവർ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എഡ്യൂക്കേഷൻ ഡെമോക്രറ്റൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമതുപോലെ. ഇനി സെക്കൻഡ് വൺ എന്താ, സ്ട്രെങ്തൻസ് കൾച്ചറൽ ഐഡൻറ്റിറ്റി ആൻഡ് പ്രൈഡ് ഇൻ വൺസ് ലാംഗ്വേജ്. ഇതിൽ പറയുന്നത് നമ്മളുടെ ഭാഷയിൽ തന്നെ പഠിക്കുമ്പോൾ സ്റ്റുഡൻസിന് ഒരു പ്രൈഡ് ഇൻ വൺസ് ലാംഗ്വേജ് വരുന്നു. ഇത് കൾച്ചറൽ പ്രൈഡിനെ സ്ട്രോങ് ആക്കുന്നു. ഇനി തേർഡ് വൺ എന്താ, മേക്സ് നോളജ് ആക്സസിബിൾ ടു റൂറൽ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇതിൽ പറയുന്നത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളായിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, റൂറൽ ഏരിയാസിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജ് യൂസ് ചെയ്താൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയും. ഇനി അതിൻ്റെ ചാലഞ്ചസ് നോക്കുക. ഫസ്റ്റ് വൺ എന്താ, നീഡ് ടു എൻഷുർ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഇൻ ഓൾ ലാംഗ്വേജസ്.
അതായത് എല്ലാ ലാംഗ്വേജിലും ക്വാളിറ്റി എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഉണ്ടാകണം. എല്ലാ സബ്ജക്റ്റിനും പ്രോപ്പർ മെറ്റീരിയൽ ഇല്ലാതിരിക്കുമ്പോൾ അതൊരു വലിയ ചാലഞ്ചിങ് ആണ്. സെക്കൻഡ് വൺ നോക്കുക, ബാലൻസിങ് ലോക്കൽ ലാംഗ്വേജസ് വിത്ത് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നീഡ്സ്. സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജിലുള്ള എഡ്യൂക്കേഷൻ കിട്ടണം. അതുപോലെ തന്നെ ഗ്ലോബൽ വേൾഡിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ലാംഗ്വേജ് അറിയണം. ഇതൊരു ബാലൻസ് ഉണ്ടാക്കാനുള്ള സ്ട്രഗിളാണ്. തേർഡ് വൺ എന്താ, ഓവർകമ്മിങ് സോഷ്യൽ ബയാസ് ടുവാർഡ് ഇംഗ്ലീഷ് ഓർ അതർ ഡോമിനൻറ്റ് ലാംഗ്വേജസ്. നമ്മുടെ സൊസൈറ്റിയിൽ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ഇതുകൊണ്ട് പലരും ലോക്കൽ ലാംഗ്വേജ് പഠിക്കാൻ അത്ര താല്പര്യം കാണിക്കുന്നില്ല. അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ലോ സ്റ്റാൻഡേർഡൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ ബയാസ് ഓവർകം ചെയ്യണം. സ്റ്റുഡൻസ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ട്രാൻസ്ലേഷൻ ടൈപ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് പാർഷ്യൽ ട്രാൻസ്ലേഷൻ ആണ്. പാർഷ്യൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിലെ ചില വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് മാത്രം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ബാക്കി നമ്മൾ അൺട്രാൻസ്ലേറ്റഡ് ആയിട്ട് ലെഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് പുതിയ ടെക്സ്റ്റിൽ ലീവ് ചെയ്യും. എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചും കൂടി മനസ്സിലാവും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. നോക്കുക, മൈ മദർ മേക്സ് ദ ബെസ്റ്റ് പായസം ഇൻ ദ വേൾഡ്. അപ്പോൾ ഇവിടെ പാർഷ്യൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, എൻ്റെ അമ്മ ലോകത്തിലെ ഏറ്റവും നല്ല പായസം ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ പായസം എന്ന് പറയുന്ന വേർഡ് അൺട്രാൻസ്ലേറ്റഡ് ആയിട്ടാണ് ലെഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പായസം എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഒറിജിനൽ വേർഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നോക്കുക, വെൻ ഈസ് ഇറ്റ് യൂസ്ഡ്. കൾച്ചറൽ ഓർ ഇമോഷണൽ വാല്യൂ ഉള്ള വേർഡ്സ് വെച്ച് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ പിന്നെന്താ പറയുന്നത്, ലിറ്ററേച്ചർ, ഫിലിം, സ്പീച്ചസ്, ബൈലിംഗൽ കമ്മ്യൂണിറ്റീസ് പോലെ ഒറിജിനൽ വേർഡിൻ്റെ സ്റ്റൈൽ, ലോക്കൽ ഫ്ലേവറൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് ഫുൾ ട്രാൻസ്ലേഷൻ. ഫുൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എൻ്റയർ സോഴ്സ് ടെക്സ്റ്റ് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എല്ലാ വേർഡും ഫ്രേസും സെൻറ്റൻസും എല്ലാം നമ്മളിവിടെ റീപ്ലേസ് ചെയ്യും. എക്സാമ്പിൾ കൊടുത്ത് നോക്കുക, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ടാണ്. എന്താണ് സെൻറ്റൻസ്, ഐ ലവ് ഈറ്റിംഗ് മാംഗോസ്. അപ്പോൾ ഇവിടെ ഫുൾ ട്രാൻസ്ലേഷൻ വരുന്നത് എനിക്ക് മാങ്ങ കഴിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ എല്ലാ വേർഡും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ട്രാൻസ്ലേഷൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ നോക്കുക, ഫോർമൽ റൈറ്റിങ്സ്, അക്കാദമിക് പേപ്പേഴ്സ്, റിപ്പോർട്ട്സിലൊക്കെയാണ്. അതുപോലെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ടാർഗറ്റ് റീഡേഴ്സിന്, എക്സാംസ്, ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ബുക്സിലൊക്കെ മോസ്റ്റ്ലി ഫുൾ ട്രാൻസ്ലേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് വണ്ണാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനെയാണ്. പക്ഷെ നമ്മളിവിടെ ടാർഗറ്റ് ലാംഗ്വേജിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ, ഗ്രാമർ ഇതൊക്കെ നമ്മൾ മൈൻഡിൽ വെക്കണം. അതുപോലെ ഒറിജിനൽ ടെക്സ്റ്റിന് വളരെ ക്ലോസ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് അൺനാച്ചുറൽ അല്ലെങ്കിൽ അവക്കേർഡായിട്ട് തോന്നിയിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കുക, വൈ ലിറ്ററൽ ട്രാൻസ്ലേഷൻ ക്യാൻ ബി ട്രിക്കി. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഗ്രാമർ ഡിഫറൻസസ് ആണ്. ഇതിൽ പറയുന്നത് ലാംഗ്വേജസിൻ്റെ വേർഡ് ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഗ്രാമർ റൂൾസ് ബ്രേക്ക് ചെയ്യും ഓർ സൗണ്ട് ഓഡ്. ഇനി എക്സാമ്പിൾ നോക്കാം. ഫ്രഞ്ചിലൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ജെ തേമേ. അതിൻ്റെ ലിറ്ററൽ ഇംഗ്ലീഷ് വരുന്നത് എന്താണ്, ഐ യു ലവ്. പക്ഷേ കറക്റ്റ് എന്താണ്, ഐ ലവ് യു. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രാമർ ഡിഫറൻസസിൻ്റെ എക്സാമ്പിൾ. ഇനി സെക്കൻഡ് വൺ നോക്കാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ്. ഇഡിയംസ് ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം നമ്മൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ലോസ്റ്റ് ആവും. ഇനി സെക്കൻഡ് വണ്ണാണ് ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ്. ലിറ്ററൽ ട്രാൻസ്ലേഷനിൽ ഇഡിയംസ് വർക്കാവില്ല. ഇഡിയംസ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് ലോസ്റ്റ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക, സ്പിൽ ദ ബീൻസ്. ഇതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണ്, റിവീൽ എ സീക്രട്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഇഡിയം കൊണ്ട്. പക്ഷേ അതിൻ്റെ ലിറ്ററൽ മലയാളം വരുന്നത് പയർ ചിതറി എന്നുള്ളതാണ്. അതിന് അങ്ങനെ മലയാളത്തിൽ മീനിങ് ഒന്നുമില്ല. ശരിക്കും കറക്റ്റ് മലയാളം മീനിങ് എന്താണ്, രഹസ്യം പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായോ? തേർഡ് വൺ, കൾച്ചറൽ ഡിഫറൻസസ്. ലിറ്ററൽ ട്രാൻസ്ലേഷൻ കൊണ്ട് കൾച്ചറൽ മീനിങ് മിസ്സാവും. ചില വേർഡ്സ് കൾച്ചർ സ്പെസിഫിക് ആണ്, അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ നോക്കുക, ഹിന്ദിയിൽ നമസ്തേ, ലിറ്ററൽ മീനിങ് എന്താ, ഐ ബോ ടു യു. ബെറ്റർ ട്രാൻസ്ലേഷൻ എന്താ, ഹലോ ഓർ ഗ്രീറ്റിംഗ്സ്, ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ. ഇനി ഫോർത്ത് വൺ നോക്കുക, ഫ്രീ ട്രാൻസ്ലേഷൻ. ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഓവറോൾ മീനിങ്ങും മെസ്സേജും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സാണ് ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, നോട്ട് ദ എക്സാക്റ്റ് വേർഡ്സ് ഓർ സ്ട്രക്ചർ.
ഇവിടെ ട്രാൻസ്ലേറ്ററിന് ഫുൾ ഫ്രീഡം ഉണ്ട് കണ്ടൻറ് അഡാപ്റ്റ് ചെയ്യാനും റീഫ്രേസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ. സോ ദാറ്റ് ആ ടെക്സ്റ്റ് ടാർഗറ്റ് ലാംഗ്വേജിലും കൾച്ചറിലും മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ, ഫോക്കസ് ഓൺ മീനിങ്. ഇവിടെ നമ്മൾ മീനിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല, പക്ഷേ ടെക്സ്റ്റിൻ്റെ ആക്ച്വൽ മീനിങ്ങിനാണ് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കുക ഇംഗ്ലീഷിൽ, ഹി കിക്ക്ഡ് ദ ബക്കറ്റ്. അതൊരു ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ്. അത് ആക്ച്വലി മീൻ ചെയ്യുന്നത് ഹി ഡൈഡ് എന്നാണ്. പക്ഷേ ഇതിൻ്റെ ലിറ്ററൽ മീനിങ് എന്താ വരുന്നത്? അവൻ ബക്കറ്റിനെ ചവിട്ടി. ഈ ഒരു സെൻറ്റൻസ് ശരിക്കും മീനിങ്ലെസ് ആണ്. കാരണം മലയാളത്തിൽ ഇതൊരു മീനിങ് ഫുൾ ഇഡിയം അല്ല. ഇറ്റ് ജസ്റ്റ് സൗണ്ട്സ് ഫണ്ണി ഓർ കൺഫ്യൂസിങ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ ട്രാൻസ്ലേഷൻ എന്താ? അവൻ മരിച്ചു എന്നുള്ളതാണ്. ഈ ട്രാൻസ്ലേഷനാണ് കറക്റ്റ്, ബിക്കോസ് ഇറ്റ് ഗീവ്സ് ദ റിയൽ മീനിങ് ഓഫ് ദ സെൻറ്റൻസ്, നോട്ട് ജസ്റ്റ് ദ വേർഡ്സ്. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് വൺ നോക്കുക, അഡാപ്റ്റേഷൻ ഫോർ ദ ഓഡിയൻസ്. നമുക്ക് സെൻറ്റൻസസ് ആഡ് ചെയ്യാം, ഷോർട്ടൺ ചെയ്യാം, റീ അറേഞ്ചും ചെയ്യാം. ഗോൾ എന്ന് പറയുന്നത് എന്താണ്? റീഡറിന് എന്ത് ചെയ്യണം? ഒറിജിനൽ ഓഡിയൻസിന് കിട്ടുന്ന സെയിം ഇമ്പാക്റ്റ് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ കൊടുത്ത് നോക്കുക, ഡോണ്ട് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. അതിൻ്റെ മീനിങ് എന്താ വരുന്നത്? ഓൾറെഡി ഹാപ്പൻഡ് മിസ്റ്റേക്സ് ഓർ ലോസസ് കാൻ ബി ചേഞ്ച്ഡ്, സോ ഡോണ്ട് വേസ്റ്റ് ടൈം ബീങ് സാഡ്. ഓക്കെ, നമ്മൾ ഓഡിയൻസിനെ നോക്കിയിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും പോയത് പോയി, അതിൻ്റെ മേലെ കരയുന്നത് കൊണ്ട് എന്താ പ്രയോജനം ചോദിക്കില്ലേ? അപ്പോൾ ഇതാണ് ഫ്രീ ട്രാൻസ്ലേഷൻ വിത്ത് ഓഡിയൻസ് അഡാപ്റ്റേഷൻ. ഇത് വേർഡ് ബൈ വേർഡ് അല്ല, പക്ഷേ മീനിങ് ആൻഡ് ഇമോഷൻ സെയിം ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസിന് മനസ്സിലാക്കാൻ ഈസി ആകും. ഇനി തേർഡ് വൺ നോക്കുക, യൂസ്ഡ് ഇൻ ക്രിയേറ്റീവ് ടെക്സ്റ്റ്. ലിറ്ററേച്ചർ, സിനിമ, ഡയലോഗ്സ്, ആഡ്സ്, സോങ്സ്, ചിൽഡ്രൻ ബുക്സ് എല്ലാത്തിലും ഫ്രീ ട്രാൻസ്ലേഷൻ കോമൺ ആണ്. സ്റ്റൈലും ഇമോഷനും ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലാതെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല. അപ്പോൾ ഫ്രീ ട്രാൻസ്ലേഷനാണ് മീനിങ്ങും ഫീലിങ്ങും പ്രിസർവ് ചെയ്യുന്ന മെത്തേഡ്. ഇത് ക്രിയേറ്റീവാണ്, ഫ്ലെക്സിബിളാണ്, സ്യൂട്ടബിൾ ഫോർ എവരിഡേ സ്പീച്ച് ആൻഡ് കൾച്ചറൽ ടെക്സ്റ്റ്. ഫിഫ്ത്ത് വണ്ണാണ് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ. വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വേർഡും സോഴ്സ് ലാംഗ്വേജിൽ നിന്നും ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ സെൻറ്റൻസ് സ്ട്രക്ചറോ അല്ലെങ്കിൽ ഗ്രാമറോ ടോണോ ഇതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് വേർഡ്സ് മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ടോ നോക്കാം. അഡ്വാൻറ്റേജ് ആയിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഇത് ടെക്നിക്കൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെക്സ്റ്റിലൊക്കെ യൂസ്ഫുൾ ആണ്. എക്സാമ്പിൾ മെഡിസിൻ മാനുവൽ, മെഷീൻ ഇൻസ്ട്രക്ഷൻസിനൊക്കെ. സെക്കൻഡ് വൺ എന്താ? ട്രാൻസ്ലേറ്റേഴ്സ് സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് യൂസ് ചെയ്യാം, ശേഷം എഡിറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കാം. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് നോക്കാം. സെൻറ്റൻസസ് അൺനാച്ചുറൽ ആയിട്ട് തോന്നും, അതുപോലെ ടോൺ, ഗ്രാമർ, കോണ്ടെക്സ്റ്റ് ഒന്നും അഡാപ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സെൻറ്റൻസ് അൺനാച്ചുറൽ ആയിട്ട് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അതുപോലെ ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മീനിങ് എന്തായിരിക്കും? ലോസ്റ്റ് ആവും. എവിടെയൊക്കെയാണ് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പോയട്രിയിൽ, ലിറ്ററേച്ചറിൽ, സോങ്സ്, ഡയലോഗ്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലൊക്കെയാണ് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത്. ഇതിൽ സ്റ്റൈല്, റിതം, ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ മീനിങ് എന്ത് ചെയ്യും? ലോസ്റ്റ് ആവും. ഇനി സിക്സ്ത് വൺ നമുക്ക് പഠിക്കാനുള്ളത് സെൻസ് ഫോർ സെൻസ് ട്രാൻസ്ലേഷൻ ആണ്. നോക്കാം. സെൻസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ ഫുള്ളായിട്ടുള്ള മീനിങ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മീനിങ് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല. മനസ്സിലായോ? ഇവിടെ ട്രാൻസ്ലേറ്റർ ആദ്യം സോഴ്സ് സെൻറ്റൻസിൻ്റെ മീനിങ് അല്ലെങ്കിൽ സെൻസ് മനസ്സിലാക്കും, അതിനുശേഷം അത് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നാച്ചുറലി എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ട്രഡീഷണൽ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സെൻറ്റ് ജെറോമിനെ പോലെയുള്ള ട്രാൻസ്ലേറ്റേഴ്സാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കൺസിഡർ ചെയ്യുന്നത് വേർഡ് ഫോർ വേർഡ് അല്ലെങ്കിൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, മീനിങ് ഓവർ വേർഡ്സ്. അതായത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സെൻറ്റൻസിലെ ഐഡിയ അല്ലെങ്കിൽ മെസ്സേജാണ് ഫോക്കസ് ചെയ്യുന്നത്. എക്സാക്റ്റ് വേർഡ്സിൽ സ്റ്റിക്ക് ചെയ്യില്ല, കാരണം ട്രാൻസ്ലേഷൻ awkward ആവുമോ എന്നുള്ളതിലാണ്. ഇനി സെക്കൻഡ് വൺ എന്താ? സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അപ്രോച്ച്. ഇതിൽ പറയുന്നത് ഒരു സെൻറ്റൻസിൻ്റെ ഫുൾ മീനിങ് ആണ് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് മൂവ് ചെയ്യുള്ളൂ. ഇനി തേർഡ് വണ്ണാണ് നാച്ചുറൽ ഫ്ലോ. ഇതിൽ പറയുന്നത് സ്മൂത്തായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ ഒറിജിനലായിട്ട് എഴുതിയ പോലെ തോന്നുന്ന ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി സെവൻത്ത് വണ്ണാണ് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ. ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് അല്ലെങ്കിൽ സെൻറ്റൻസ് നമ്മളത് ലാംഗ്വേജിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീവേർഡ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻട്രാലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓൾസോ കോൾഡ് റീവേർഡിങ് അല്ലെങ്കിൽ പാരാഫ്രേസിങ്. ഓക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ് പറയാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, സെയിം ലാംഗ്വേജ്. ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിൽ ഒരു ചേഞ്ചും ഇല്ല, ട്രാൻസ്ലേഷൻ നടക്കുന്നത് ഇൻസൈഡ് ദ സെയിം ലാംഗ്വേജ് എന്നാണ്.
സെക്കൻഡ് വൺ നോക്കുക മീനിങ് ക്ലാരിഫിക്കേഷൻ. വേർഡ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫുള്ളി മനസ്സിലാവാത്തവർക്ക് മീനിങ് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. തേർഡ് വൺ കോമൺ ഇൻ ഡിക്ഷണറീസ്. ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയിലെ ഒരു വേർഡ് ബെനവലൻ്റ് എന്ന് പറയുന്ന വേർഡിനെ കൈൻഡും ജനറസുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എയ്ത്ത് വണ്ണാണ് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ. ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലെ വെർബൽ സൈൻസ്, അതായത് വേർഡ്സ് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആളുകൾ സാധാരണയായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ, ബിറ്റ്വീൻ ടു ലാംഗ്വേജസ്. അതായത് സോഴ്സ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലാണ്, ടാർഗറ്റ് ടെക്സ്റ്റ് മറ്റൊരു ലാംഗ്വേജിലാണ്. സെക്കൻഡ് വൺ, മോസ്റ്റ് കോമൺ ഫോം. അതായത് ലിറ്ററേച്ചർ, ബിസിനസ്, എഡ്യൂക്കേഷൻ, ലീഗൽ, മീഡിയ ഇതിലൊക്കെ ട്രാൻസ്ലേഷനിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ഫോമാണ് ഇൻ്റർലിംഗ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് ഫോക്കസ് ഓൺ മീനിങ്. അതായത് ടാർഗറ്റ് ലാംഗ്വേജിലുള്ള സെയിം മെസ്സേജ് ട്രാൻസ്ലേറ്റർ കൺവേ ചെയ്യും. അതുപോലെ ഗ്രാമർ, വൊക്കാബുലറി, കൾച്ചറൽ റെഫറൻസസ് ഒക്കെ അഡാപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നയൻത്ത് വൺ നോക്കുക, ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ. ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വെർബൽ സൈൻസ് ആയിട്ടുള്ള വേർഡ്സൊക്കെ അത് നോൺ വെർബൽ സൈൻസ് ആയിട്ടുള്ള പിക്ചേഴ്സ്, സൗണ്ട്സ്, സിമ്പിൾസിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻ്റർസെമിയോട്ടിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ സെമിയോട്ടിക് കോഡ്സ്, അതായത് മീനിങ് സിസ്റ്റംസ് ഇൻവോൾവ് ചെയ്യും. അതുപോലെ വേർഡ്സ്, ഇമേജസ്, സൗണ്ട്സ്, സിമ്പിൾസ് എല്ലാം ഇൻവോൾവ് ചെയ്യും. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ, ക്രോസിംഗ് മോഡ്സ്. ക്രോസിംഗ് മോഡ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നിന്നും ഇമേജിലേക്ക്, വൈസ് വേഴ്സ. സെക്കൻഡ് വൺ, നോട്ട് ജസ്റ്റ് ലാംഗ്വേജസ്. ഇതിൽ വിഷ്വൽ, മ്യൂസിക്കൽ, മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സിംബോളിക് റെപ്രസെൻറ്റേഷൻ പോലെയുള്ള കോഡുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. തേർഡ് വൺ ആണ് ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ. അതായത് പുതിയ മോഡിൽ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് കംപ്ലീറ്റ്ലി റീതിങ്ക് ചെയ്യേണ്ടി വരും. നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഈക്വലൻസ് നോക്കാം. ഈക്വലൻസ് എന്ന് പറയുമ്പോൾ സോഴ്സ് ലാംഗ്വേജിലെ ഒരു വേർഡ്, ഫ്രേസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ടാർഗറ്റ് ലാംഗ്വേജിൽ എക്സാക്ട്ലി സെയിം മീനിങ് ആയിട്ട് വരുമ്പോൾ ഉള്ളതാണ് ഈക്വലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, എക്സാക്റ്റ് മാച്ച് ഇൻ മീനിങ്. അതായത് മീനിങ്ങിൽ ചേഞ്ചോ അല്ലെങ്കിൽ ലോസോ ഒന്നുമില്ലാതെ എക്സാക്ട്ലി സെയിം ആയിട്ട് വരുമ്പോൾ ഉള്ളതാണ്. സെക്കൻഡ് വൺ, കൾച്ചറൽ അവെയർനെസ് റിക്വയർഡ്. അതായത് രണ്ട് വേർഡ്സ് സിമിലർ ആയിരിക്കും, പക്ഷേ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. കൾച്ചറലി നോക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. തേർഡ് വൺ ആണ് പ്രിഫേർഡ് ബൈ ട്രാൻസ്ലേറ്റേഴ്സ്. ഇത് അക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാനും റോങ് മീനിങ് അവോയ്ഡ് ചെയ്യാനൊക്കെ ഇതെന്താണ് യൂസ്ഫുൾ ആണ്. ഇനി നെക്സ്റ്റ് നോക്കുക, വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് നോക്കുക. ഇത് ടെക്നിക്കൽ, ലീഗൽ, സയൻറ്റിഫിക് ട്രാൻസ്ലേഷനിൽ അക്യുറസി എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ ആംബിഗ്വിറ്റി അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് മാച്ചസ് ഉണ്ടാകുമ്പോൾ ട്രാൻസ്ലേഷൻ ഒന്നും കൂടെ സ്പീഡാകും. ഇനി അതിൻ്റെ ലിമിറ്റേഷൻ നോക്കാം. ചില കേസസ് ആയിട്ടുള്ള ഇഡിയം, സ്ലാങ്, കൾച്ചറലി ലോഡഡ് വേർഡ്സ് ഇതിലൊക്കെ ട്രൂ ഈക്വലൻസ് റെയറാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് അൺട്രാൻസ്ലേറ്റബിലിറ്റി നോക്കാം. അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിലെ ഒരു വേർഡ്, ഫ്രേസ് അല്ലെങ്കിൽ ടെക്സ്റ്റിന് വേറെ ഒരു ലാംഗ്വേജിൽ ഡയറക്റ്റ് ഈക്വലൻ്റ് ഉണ്ടാവില്ല. അതിനെയാണ് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ ലെക്സിക്കൽ ഗ്യാപ്പ് എന്നും വിളിക്കാറുണ്ട്. നോക്കുക, വൈ ഇറ്റ് ഹാപ്പൻസ്. ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, കൾച്ചറൽ ഡിഫറൻസസ്. അതായത് ചില കോൺസെപ്റ്റ്സ് ഒരു കൾച്ചറിൽ ഉണ്ടാകും, പക്ഷേ മറ്റൊരു കൾച്ചറിൽ അത് ഉണ്ടാവണം എന്നില്ല. സെക്കൻഡ് വൺ നോക്കുക, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ. ഇതിൽ പറയുന്നത് ചില ഗ്രാമർ അല്ലെങ്കിൽ സൗണ്ട് പാറ്റേൺസ് എക്സാക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. തേർഡ് വൺ നോക്കുക, ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഇഡിയംസ്, പൺസ് അല്ലെങ്കിൽ മെറ്റഫേഴ്സ് ഒക്കെ വേറെ ലാംഗ്വേജിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ മീനിങ് നഷ്ടപ്പെടും. ഇനി നമുക്കിതിൻ്റെ ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ലിംഗ്വിസ്റ്റിക് അൺട്രാൻസ്ലേറ്റബിലിറ്റി. ലിംഗ്വിസ്റ്റിക് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാമർ അല്ലെങ്കിൽ വൊക്കാബുലറി ഡിഫറൻസസ് കൊണ്ട് വേർഡ് ബൈ വേർഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്തത്. അതിനെയാണ് ലിംഗ്വിസ്റ്റിക് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കുക, കൾച്ചറൽ അൺട്രാൻസ്ലേറ്റബിലിറ്റി. അതായത് ഒരു കൾച്ചറിൽ മാത്രമുള്ള കോൺസെപ്റ്റ്സ് മറ്റൊരു കൾച്ചറിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതിനെയാണ് കൾച്ചറൽ അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻസ് ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്. അതായത് ഇത് കാണിക്കുന്നത് എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് മീനിങ്ങും അല്ലെങ്കിൽ എക്സ്പീരിയൻസസും ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് മാറ്റുക എന്നുള്ളത് ഇമ്പോസിബിളാണ്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എൻകറേജ് ചെയ്യുന്നത് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടെക്നോളജി ആൻഡ് ട്രാൻസ്ലേഷൻ. നോക്കാം. ട്രാൻസ്ലേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൽ നിന്നും നമ്മൾ മറ്റൊരു ലാംഗ്വേജിലേക്ക് ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസും സിസ്റ്റംസുമാണ് ട്രാൻസ്ലേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ കോമ്പണൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻ ടൂൾസ്. ഇത് ഹ്യൂമൻ ട്രാൻസ്ലേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ട്രാൻസ്ലേഷൻ മെമ്മറി ഡാറ്റാബേസസ്, സെഗ്മെൻറ്റേഷൻ, ഫ്രീക്വൻസി ഡാറ്റ ഇതൊക്കെ യൂസ് ചെയ്യുന്നു. ട്രാൻസ്ലേഷൻ മെമ്മറി ഡാറ്റാബേസസ് എന്ന് പറയുമ്പോൾ മുമ്പ് ചെയ്ത ട്രാൻസ്ലേഷനെയാണ് ഇവിടെ പറയുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ട്രാൻസ്ലേഷൻസിന് എക്സാമ്പിൾസ് നോക്കുക. SDL, ട്രാഡോസ്, മെമോ ക്യൂ ഇതൊക്കെയാണ്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താ? ഇംപ്രൂവ്സ് കൺസിസ്റ്റൻസി ആൻഡ് സ്പീഡ്. അതായത് ഇത് ട്രാൻസ്ലേഷനിൽ കൺസിസ്റ്റൻസിയും സ്പീഡും ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇനി സെക്കൻഡ് വണ്ണാണ് മെഷീൻ ട്രാൻസ്ലേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ MT. മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഒന്നും ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ട്രാൻസ്ലേഷനെയാണ് മെഷീൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ AI-യും അതുപോലെ ആൽഗോരിതംസും ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾസ് നോക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, DeepL ഒക്കെ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇഡിയംസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ടെക്സ്റ്റിൽ ഇൻഅക്യുറേറ്റ് അല്ലെങ്കിൽ അൺനാച്ചുറൽ ട്രാൻസ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തേർഡ് വണ്ണാണ് ട്രാൻസ്ലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം ഓർ TMS. ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ ട്രാൻസ്ലേഷൻ പ്രൊജക്ട്സിന് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് TMS അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് നോക്കുകയെന്നുണ്ടെങ്കിൽ റെപ്പറ്റേറ്റീവ് ടാസ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഫറെൻറ്റ് കൺട്രീസിലും ടൈം സോൺസും ഉള്ള ടീംസിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഡെഡ് ലൈൻസ് മാനേജ് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് പറയാമെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ലിങ്ക്, ഫ്രേസ്, മെം, സോഴ്സ് ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇനി ട്രാൻസ്ലേഷൻ ടെക്നോളജിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ട്രാൻസ്ലേഷൻ പ്രോസസ്സിനെ ഒന്ന് സ്പീഡാക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കൺസിസ്റ്റൻസിയും അക്യുറസിയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലാർജ് അല്ലെങ്കിൽ ഗ്ലോബൽ പ്രൊജക്ട്സിനെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കോസ്റ്റും ടൈമും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.